ശബരിമലയ്ക്ക് പുറമെ ഇപ്പോൾ കേരളത്തിലെ പ്രധാന ചർച്ചാ വിഷയമാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയുള്ള ലൈംഗികാരോപണ കേസ്. തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനെ മൊത്തത്തിൽ തറപറ്റിക്കുന്നതിനായി മറ്റു പാർട്ടികളിലെ അതായത് CPM-ലെ നേതാക്കൾക്ക് വല്ലാത്തൊരു ഉത്സാഹമാണ്. രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയം കാരണം കോൺഗ്രസിൽ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടെന്നും പാർട്ടിയിൽ ഭിന്നിപ്പാണെന്നുമൊക്കെ പ്രചരിപ്പിക്കുകയാണ് ഇടതുപക്ഷ നേതാക്കൾ. എന്നാൽ ഇതിന് മറുപടിയുമായി രംഗത്ത് വന്നിരിക്കുകയാണ് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. ശബരിമല വിഷയം ഒതുക്കാൻ CPM നടത്തിയ ഒരു പെർഫെക്റ്റ് പ്ലാൻ ആണ് രാഹുലിന്റെ വിഷയമെന്നും വളരെ ഏകകണ്ഠമായി വിഷയത്തിൽ പാർട്ടിയിൽ നടപടിയെടുത്തതാണെന്നും VD സതീശൻ പറഞ്ഞു. സത്യത്തിൽ VD സതീശന്റെ ഈ മറുപടി സത്യമാണെന്ന് കേരളത്തിലുള്ളവർക്ക് മനസ്സിലായിട്ടുണ്ട്. കറക്റ്റ് ശബരിമല സ്വർണ്ണക്കൊള്ള കേസ് അങ്ങ് ഉച്ചസ്ഥായിൽ നിൽക്കുന്ന സമയത്താണ് രാഹുൽ മാങ്കൂട്ടത്തിനെന്ന് പറയപ്പെടുന്ന വോയിസ് ചാറ്റും മെസ്സേജും ഒക്കെ പുറത്തു വന്നത്. അതോടെ ജനങ്ങൾ സ്വർണ്ണക്കൊള്ളയൊക്കെ വിടുമെന്നാണ് സർക്കാർ വിചാരിക്കുന്നതെങ്കിൽ ആരും ഒന്നും മറന്നിട്ടില്ല. ഇതിനു പിന്നിലുള്ള എല്ലാവരും കുടുങ്ങും, അത് തീർച്ചയാണ്. എന്തൊക്കെ അടവുകൾ പയറ്റിയാലും ഒരു കാര്യവുമില്ല പിണറായി സർക്കാരെ. കൂടാതെ വഖഫ് വിഷയത്തെക്കുറിച്ചും സതീശൻ പരാമർശിക്കുകയുണ്ടായി. നോക്കാം VD സതീശന്റെ പ്രതികരണം. ഒരു അഭിപ്രായ വ്യത്യാസം ഒന്നുമില്ല. അത് ഒരു പ്ലാനാണ്, ചിലരുടെ ഒരു പ്ലാനാണ്. ഈ ശബരിമല വിഷയത്തെ സൈഡ് ലൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ആ വിഷയം ചർച്ചയ്ക്ക് എടുത്തുകൊണ്ടിരിക്കുക. ആ വിഷയം നേരത്തെ കേരളം ചർച്ച ചെയ്തതാണ്, ഞങ്ങളുടെ പാർട്ടി ചർച്ച ചെയ്തതാണ്, ഞങ്ങൾ നടപടിയെടുത്താണ്. അത് എല്ലാവരും ചേർന്ന് ഒരുമിച്ച് ഏകകണ്ഠമായി എടുത്താൽ അത് ചർച്ച ചെയ്യാൻ വീണ്ടും കൊണ്ടുവരുന്നത് ഈ ശബരിമല വിഷയത്തിൽ CPM-നെ രക്ഷിക്കാൻ വേണ്ടിയാണ്. ഈ മുനമ്പുമായി ബന്ധപ്പെട്ട് അവർ പ്രതിഷേധം അവസാനിപ്പിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. അപ്പോൾ ആദ്യമേ പ്രതിഷേധ വിഷയത്തിൽ നിലപാട് പറഞ്ഞിട്ടുണ്ട്. ആദ്യം ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഞങ്ങളിത് അഭിഭാഷകരെ ഇരുത്തി നന്നായി സ്റ്റഡി ചെയ്യും. ഞങ്ങൾക്ക് അവരുടെ വിഷയമായിരുന്നു പ്രധാനം. ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത് അത് വഖഫ് ഭൂമി അല്ല. 5 കാരണങ്ങൾ കൊണ്ടാണ് ഞാനത് വഖഫ് ഭൂമി അല്ലാന്ന്. വഖഫ് ഭൂമി ആണെന്ന് പറഞ്ഞാൽ ആ പാവപ്പെട്ടവർ അവിടെ കയ്യേറ്റം ചെയ്തവരാണ്, അവരെ ഒഴിപ്പിക്കേണ്ടി വരും. അപ്പം നമ്മൾ പറഞ്ഞ നിലപാട് അന്ന് എന്നെ എല്ലാവരും പരിഹസിക്കുകയും എന്നെ എല്ലാവരും ആക്ഷേപിക്കുകയും ഒക്കെ ചെയ്തു. ഇയാൾ ആരാണ് ഇത് പറയാൻ? അത് തന്നെയാണ് ഡിവിഷൻ ബെഞ്ച് പറഞ്ഞത് അവസാനം. അത് വഖഫ് ഭൂമി അല്ല. അതുകൊണ്ട് ഇപ്പോൾ ആ പാവങ്ങൾക്ക് ടാക്സ് അടയ്ക്കാൻ പറ്റും. ഇത് ഒരു 2 മതങ്ങളെ തമ്മിൽ അടുപ്പിച്ച് അതിൽ നിന്ന് രാഷ്ട്രീയ മുതലെടുപ്പ് നടത്താൻ സംഘപരിവാർ ഉത്സവം നടത്തി BJP-യുടെ നേതൃത്വത്തിൽ. അതിന് കേരളത്തിലെ പിണറായി സർക്കാർ കൊടപിടിച്ചു കൊടുത്തു. കാരണം താൽക്കാലികമായി ലാഭം ഉണ്ടാവും. ഞങ്ങൾ ചെയ്തത് ആ 2 മതങ്ങൾ തമ്മിലുള്ള സംഘർഷം ലഘൂകരിക്കാൻ വേണ്ടിയിട്ടാണ്. അതിന് ഞങ്ങളെ സഹായിച്ചത് പാണക്കാട് തങ്ങൾ ശ്രീ കുഞ്ഞാലിക്കുട്ടി സാഹിബാണ്. അവർ കൊച്ചിയിലെത്തി ക്രൈസ്തവ നേതാക്കന്മാരുമായി സന്ദർശിച്ചു പൂർണ്ണമായ പിന്തുണ വാഗ്ദാനം ചെയ്തു. മുസ്ലിം സംഘടനകളും ക്രൈസ്തവ സംഘടനകളും യോജിച്ചു നിന്നു. ഇവരെ തമ്മിൽ സ്പ്ലിറ്റ് ചെയ്യിപ്പിക്കാൻ വേണ്ടി നടത്തിയ ശ്രമത്തെ പരാജയപ്പെടുത്തി. വഖഫ് ബോർഡിനെ ഉപയോഗിച്ചുകൊണ്ട് ഈ സർക്കാർ ഈ BJP-യുടെ നടപടികൾക്ക് കുടപിടിച്ചു കൊടുത്തു. കാരണം ഈ വഖഫ് ഭൂമിയാണ് എന്നുള്ള വാദവുമായി സംസ്ഥാന സർക്കാരിൻ്റെ നിർദ്ദേശപ്രകാരം വഖഫ് ബോർഡ് പോയി. അക്ഷരാർത്ഥത്തിൽ CPM എടുത്ത നിലപാടും BJP എടുത്ത നിലപാടും കേരള സർക്കാർ എടുത്ത നിലപാടും ഒന്ന് തന്നെയായിരുന്നു. ഞങ്ങളെടുത്ത നിലപാടായിരുന്നു ശരി. നിങ്ങൾ മുനമ്പത്തെ ഇപ്പോഴത്തെ അവിടെ ചെന്ന് നോക്കും, നിങ്ങൾ ആ തീരത്ത് സമരം ചെയ്യുന്ന ആളുകൾ അവരിവരെ കണ്ട ഓടിച്ചിടും. BJP-ക്കാരെ CPM-കാരെ കണ്ട് ഞങ്ങളായിരുന്നു പറഞ്ഞത്. സത്യസന്ധമായി അവരോട് സമീപിച്ചതും പെരുമാറിയതും UDF ആണ് എന്നവർക്ക് ബോധ്യമായി. അതിൻ്റെ ഗുണം കിട്ടും. അത് ആ നടപടിക്രമങ്ങൾ വേഗത്തിലാക്കി നന്നായി പോയി. BJP കുടപിടിക്കുന്നു എന്ന് പറയുമ്പോഴും ഈ ലേബർ കോഡുമായി ബന്ധപ്പെട്ടിട്ട് PM ശ്രീയുമായി ബന്ധപ്പെട്ടും ഒരേ നിലപാടാണ് ഇപ്പോൾ ലേബർ മന്ത്രി ശിവൻകുട്ടി സ്വീകരിച്ചിട്ടുള്ളത്. ഈ ലേബർ കോഡുമായി ബന്ധപ്പെട്ട് ഡ്രാഫ്റ്റ് അത് ശിവൻകുട്ടി എന്നുള്ളൊരു വ്യക്തിയായിട്ടുള്ളൊരു മന്ത്രിയുടെ നിലപാടല്ലല്ലോ, CPM-ന്റെ നിലപാടല്ല, മുഖ്യമന്ത്രി അറിഞ്ഞുകൊണ്ടുള്ള നിലപാടല്ല. PM ശ്രീയിൽ എന്താ ചെയ്ത്? PM ശ്രീയിൽ അവിടെ പോയി അമിത്ഷായെയും പ്രധാനമന്ത്രിയെയും കണ്ട് 6 ദിവസത്തിനുള്ളിൽ ഒപ്പുവെച്ചു. ഇവിടെ മന്ത്രിസഭാ തീരുമാനം എടുക്കാൻ വേണ്ടി മാറ്റിവെച്ചേക്കുന്ന വിഷയമാണ്. 5 ദിവസം കഴിഞ്ഞ് മന്ത്രിസഭാ യോഗത്തിൽ ചെന്നപ്പോൾ മന്ത്രി രാജനടക്കമുള്ള CPM മന്ത്രി ഇതിൽ ഒപ്പുവെക്കരുത് എന്ന് ശക്തിയായി ആവശ്യപ്പെട്ടു. അപ്പോൾ ശിവൻകുട്ടിയും മുഖ്യമന്ത്രി ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രിയും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും മിണ്ടാതിരുന്നു. എന്തൊരു കാപട്യമായിരുന്നത്! 16-ാം തീയതി ഒപ്പുവെച്ചിട്ട് 21-ാം തീയതി ഒന്ന് മന്ത്രിസഭാ യോഗത്തിൽ ഇരിക്കണം. ഒപ്പുവെച്ച കാര്യം കൂടെയുള്ള മന്ത്രിമാരോട് പറഞ്ഞില്ല. അതുപോലെ തന്നെയാണ് ശിവൻകുട്ടി 2022 പറഞ്ഞു, നമ്മൾ എല്ലാവരുമായിട്ട് ആലോചിച്ചിട്ട് ഈ കരട് വിജ്ഞാപനം തയ്യാറാക്കുള്ളൂ, എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളോട് ട്രേഡ് യൂണിയനോട് സംസാരിക്കുന്നു. പക്ഷേ 2021 തന്നെ കരട് വിജ്ഞാപനം റെഡിയാക്കി വെച്ചേക്കുവാണ്. വീണ്ടും പറ്റിക്കുകയാണ്. പ്രതിപക്ഷം അറിഞ്ഞില്ല, അവരുടെ പാർട്ടി അറിഞ്ഞില്ല, ഘടകകക്ഷികൾ അറിഞ്ഞില്ല, മന്ത്രിസഭ അറിഞ്ഞില്ല. അപ്പോൾ ഈ തൊഴിലാളി വിരുദ്ധ ലേബർ
കൊട പിടിച്ചു കൊടുക്കുകയാണ് ഈ ഗവൺമെന്റ് ചെയ്തത്. അവസാനം നടപ്പാക്കില്ല എന്നും പറയും. അതിപ്പോ പറയല്ലേ PM ശ്രീലന്താണ്, ഇതെല്ലാം ഇവരുടെ ഇരട്ടത്താപ്പാണ്. ഈ വിഷയം ഇപ്പോൾ UDF-നെ വലിയ പ്രതിരോധത്തിലാക്കുന്നുണ്ടോ? ഈ നടപടിയിൽ അച്ചടക്ക നടപടിയിൽ പോലും ഈ കോൺഗ്രസ് നേതൃത്വത്തിനിടയ്ക്ക് ഒരു അഭിപ്രായ വ്യത്യാസം ഒന്നുമില്ല. അത് ഒരു പ്ലാനാണ്, ചിലരുടെ ഒരു പ്ലാനാണ്. ഈ ശബരിമല വിഷയത്തെ സൈഡ് ലൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ആ വിഷയം ചർച്ചയ്ക്ക് എടുത്തുകൊണ്ടിരിക്കുക. ആ വിഷയം നേരത്തെ കേരളം ചർച്ച ചെയ്തതാണ്, ഞങ്ങളുടെ പാർട്ടി ചർച്ച ചെയ്തതാണ്, ഞങ്ങൾ നടപടിയെടുത്താണ്. അത് എല്ലാവരും ചേർന്ന് ഒരുമിച്ച് ഏകകണ്ഠമായി എടുത്ത അത് ചർച്ച ചെയ്യാൻ വീണ്ടും കൊണ്ടുവരുന്നത് ഈ ശബരിമല വിഷയത്തിൽ CPM-നെ രക്ഷിക്കാൻ വേണ്ടിയാണ്. അത് എല്ലാ നേതാക്കന്മാരുടെയും എല്ലാ പ്രവർത്തകരുടെയും മനസ്സിലുണ്ടാകണം. ഇത് തെരഞ്ഞെടുപ്പാണ്, ആ വിഷയമല്ല ചർച്ച ചെയ്യേണ്ടത്. ചർച്ച ചെയ്യപ്പെടേണ്ടത് ശബരിമല തന്നെയാണ്. അപ്പോൾ CPM-ന്റെ ആ കെണിയിൽ ഞങ്ങൾ വീഴില്ല, ഞങ്ങളുടെ ഒരു നേതാക്കന്മാരും വീഴില്ല. ഇന്നലെ ഇപ്പോൾ ഒരു യൂത്ത് കോൺഗ്രസ് ജനറൽ സെക്രട്ടറി പരാതി നൽകിയിരിക്കുകയാണ് അതെനിക്കറിയില്ല. എന്ന് മാത്രമല്ല, കഴിഞ്ഞ ദിവസം കെ സുധാകരൻ പരസ്യം അതിനൊക്കെയുള്ള മറുപടി ഞാൻ പറഞ്ഞു. പ്രധാനപ്പെട്ട ഒരു വിഷയം അതിനൊക്കെയുള്ള ഞാൻ മറുപടി പറഞ്ഞു. ഇനി എനിക്ക് വേറെ എന്തെങ്കിലും ഉണ്ടോ?